ഹലോ കുട്ടികളെ, ഇന്ന് നമ്മൾ അടിസ്ഥാന ശാസ്ത്രം 6ാം ക്ലാസ്സിലെ പൂവിൽ നിന്ന് പൂവിലേക്ക് എന്നുള്ള പാഠമാണ് നോക്കാൻ പോകുന്നത്. പാഠം 3, പൂവിൽ നിന്ന് പൂവിലേക്ക്. പൂക്കളും പൂമ്പാറ്റകളും നമുക്കെന്നും കൗതുകമുള്ള കാഴ്ചയാണല്ലോ. സ്കൂളിലെ ശലഭോദ്യാനത്തിൽ ഏതൊക്കെ ശലഭങ്ങൾ വരുന്നു എന്ന് നിരീക്ഷിച്ചിട്ടുണ്ടല്ലോ. എല്ലാ ശലഭങ്ങളും എല്ലാ പൂക്കളിലും വരുന്നുണ്ടോ? നാം ദിവസവും വിവിധ തരം പൂക്കൾ കാണുന്നുണ്ട്. പൂന്തോട്ടത്തിൽ മാത്രമാണോ പൂക്കളുള്ളത്? നിങ്ങൾ ഏതെല്ലാം പൂക്കളുടെ പേരറിയാം? ചെമ്പരത്തി, റോസ്, അങ്ങനെ പലതരം പൂക്കളുടെ പേര് നമുക്ക് എഴുതാം. എല്ലാ പൂക്കളും ഒരുപോലെയാണോ? ഏതെല്ലാം കാര്യത്തിലാണ് വ്യത്യാസമുള്ളത്? ഇതളുകളുടെ എണ്ണം, അതുപോലെ ഇതളുകളുടെ നിറം, അല്ലേ? അതുപോലെ അവ എങ്ങനെ, അവയുടെ വലിപ്പം, ആകൃതി, ഇതിലൊക്കെ എന്താ വ്യത്യാസമുണ്ട്. നമ്മൾ അലങ്കാരത്തിനും ആഘോഷത്തിനും പലതരം പൂക്കൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ. സസ്യങ്ങൾക്ക് പൂക്കൾ കൊണ്ടുള്ള പ്രയോജനം എന്തായിരിക്കും? സസ്യങ്ങൾക്ക് സാധാരണയായിട്ട് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുക? അതിൽ സസ്യങ്ങൾക്ക് പൂക്കൾ കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് നോക്കാം. ഒരു പൂക്കാഴ്ച. നമുക്ക് പൂന്തോട്ടത്തിലേക്ക് പോകാം. ഓരോ പൂവും ശ്രദ്ധയോടെ നിരീക്ഷിക്കൂ. പൂവിന് ഏതെല്ലാം ഭാഗങ്ങളുണ്ട്? എല്ലാ പൂക്കൾക്കും ഇതളുകളുണ്ടോ? എല്ലാ പൂക്കൾക്കും ഇതളുകളുണ്ടോ? ചിലതിനുണ്ടാവില്ല, ചിലതിനുണ്ട്, അല്ലേ? പൂക്കളെ ചെടിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് എന്ത്? പൂഞ്ഞെട്ട് എന്ന് പറയുന്ന ഭാഗം. പൂക്കൾ നിരീക്ഷിക്കുക. അതിൽ പൂവിൻ്റെ ചിത്രം വരച്ച് അതിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ കേസരപുടം, പുറമേ കാണുന്ന കേസരപുടം, ദളം, ജനിപുടം, വിതളം, പുഷ്പാസനം, പൂഞ്ഞെട്ട്, ഇത്രയുമാണ് പൂവിൻ്റെ ഭാഗങ്ങൾ. കേസരപുടം, ഈ ഭാഗങ്ങൾ വരച്ച് പഠിക്കേണ്ടതാണ്. വിവിധ പൂക്കൾ ശേഖരിക്കുക. നെടുകയും മുറിച്ച് ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് നിരീക്ഷിക്കൂ. ചിത്രത്തിൽ സൂചിപ്പിച്ച ഭാഗങ്ങൾ കാണുന്നില്ലേ? പൂവിൻ്റെ വിവിധ ഭാഗങ്ങൾ പരിചയപ്പെട്ടല്ലോ. ഓരോ ഭാഗത്തിൻ്റെയും പ്രയോജനം എന്ത്? പൂഞ്ഞെട്ടിൻ്റെ ആവശ്യം എന്തായിരിക്കും? മറ്റു ഭാഗങ്ങൾക്കും ഇതുപോലെ ഓരോ ധർമ്മം ഉണ്ടാവില്ലേ? ഇനി ഓരോ ധർമ്മങ്ങൾ നമുക്ക് നോക്കാം. ജനിപുടത്തിൻ്റെ ധർമ്മം അവിടെ കൊടുത്തിട്ടുണ്ട്, കേസരപുടത്തിന് കൊടുത്തിട്ടുണ്ട്. കേസരപുടം അല്ലെങ്കിൽ ആൻഡ്രീഷ്യം എന്ന് പറഞ്ഞ ഭാഗം പൂവിലെ ആൺലിംഗാവയവമാണ്, പരാഗിയും തന്തുകവും ചേർന്നത്. ജനിപുടം എന്ന് പറഞ്ഞ പൂവിൻ്റെ പെൺലിംഗാവയവമാണ്, പരാഗണസ്ഥലം, ജനിതണ്ട്, അണ്ഡാശയം എന്നിവ ചേർന്നത്. ഇനി പൂവിനെ ചെടിയുമായി ബന്ധിപ്പിച്ച് നിർത്തുന്നു. അത് ഏത് ഭാഗമായിരിക്കും? അത് പൂഞ്ഞെട്ടാണ്. മൊട്ടായിരിക്കുമ്പോൾ പൂവിനെ സംരക്ഷിക്കുന്നു. അത് ഏതായിരിക്കും? മൊട്ടായിരിക്കുമ്പോൾ വിതളമാണ് വരും. ഇനി പൂവിൻ്റെ ഭാഗങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കുന്നത് പുഷ്പാസനമാണ്. പൂവിന് നിറവും മണവും ആകർഷണവും നൽകുന്നത് ദളമാണ്. പൂവിൻ്റെ നെടുകയുള്ള ഛേദം, ഈ പറഞ്ഞ ഭാഗങ്ങൾ അതിൽ അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി സസ്യത്തിൽ ഏത് ഭാഗത്താണ് ഫലവും വിത്തും ഉണ്ടാകുന്നത്? ഫലവും വിത്തും എവിടെയാണ് ഉണ്ടാകുന്നത്? അണ്ഡാശയത്തിലാണ് ഉണ്ടാകുന്നത്. വിത്തുണ്ടാകുന്നതുകൊണ്ട് സസ്യത്തിനുള്ള പ്രയോജനം എന്ത്? വിത്തുണ്ടാകുമ്പോൾ പുതിയൊരു സസ്യം വിത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു, പുറപ്പെടുവിക്കുന്നു. അപ്പോൾ പൂക്കളുടെ ധർമ്മം എന്താണ്? പ്രത്യുൽപാദനമാണ്. അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത്. പൂക്കൾ എന്ന് പറഞ്ഞാൽ പൂക്കളിൽ നിന്നാണ് ഫലങ്ങൾ ഉണ്ടാകുന്നത് എന്നും ഫലത്തിനുള്ളിൽ വിത്ത് മുളച്ചാണ് തൈച്ചെടികൾ ഉണ്ടാകുന്നതെന്നും അറിയാമല്ലോ. ജീവിവർഗം അവയുടെ തുടർച്ച നിലനിർത്തുന്നത് പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് പ്രത്യുൽപാദനം. സസ്യങ്ങളിൽ പ്രത്യുൽപാദനം എന്ന ധർമ്മം നിർവഹിക്കുന്നത് പൂക്കളാണ്. സസ്യങ്ങളുടെ ലൈംഗിക അവയവമാണ് പൂക്കൾ. പൂക്കളിൽ എങ്ങനെയാണ് പ്രത്യുൽപാദനം എന്ന പ്രക്രിയ നടക്കുന്നത്? പൂക്കളുടെ പ്രധാന ഭാഗങ്ങളും ധർമ്മവും പരിചയപ്പെട്ടല്ലോ. ഇനി പൂക്കളെ കുറച്ചുകൂടി സൂക്ഷ്മമായി നമുക്ക് നിരീക്ഷിക്കാം. പൂവിൻ്റെ പൂമ്പൊടി പലപ്പോഴും കയ്യിൽ പറ്റിപ്പിടിക്കാറില്ലേ? പൂമ്പൊടി സ്ലൈഡിൽ വെച്ച് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കുക. അപ്പോൾ പൂമ്പൊടിയുടെ പരാഗരേണുക്കൾ എന്നും പറയുന്നു. പൂവെടുത്ത് കേസരപുടവും ചെനിപ്പുടവും ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് നിരീക്ഷിക്കുക. അപ്പോൾ അതിൽ പൂമ്പൊടിയുടെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗം പൂമ്പൊടി മൈക്രോസ്കോപ്പിലൂടെ നമ്മൾ നിരീക്ഷിക്കും. അപ്പോൾ നമുക്ക് കാണുന്നതാണ്. ഈ കേസരപുടത്തിൻ്റെ ഭാഗങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരാഗി തന്തുക ഉണ്ടാവും. അതിൽ കേസരപുടത്തിൻ്റെ പരാഗിയിലുള്ള പരാഗരേണുക്കൾ, ഈ പരാഗിയിലുള്ള പരാഗരേണുക്കൾ ആണ് പുംബീജം കാണപ്പെടുന്നത്. ഇനി ജനിപുടത്തിൽ പരാഗണസ്ഥലമുണ്ട്. ഇത് പരാഗണസ്ഥലം, ഇത് ജനിതണ്ട്, ഇത് അണ്ഡാശയം, ഇത് ഒവ്യൂള്. ഒവ്യൂള് കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങളോട് കാണുന്നത് ഒവ്യൂള് എന്ന് പറയുന്നത്. ഇനി ഈ മൂന്നും എല്ലാ ഭാഗങ്ങളും കൂടി ചേർന്ന് നമ്മൾ ജനിപുടം എന്ന് പറഞ്ഞു. പരാഗണസ്ഥലം, ജനിതണ്ട്, അണ്ഡാശയം, ഒവ്യൂള്. അണ്ഡാശയത്തിൻ്റെ ഒവ്യൂളിൻ്റെ അകത്താണ് എന്ത് കാണപ്പെടുന്നത്? അണ്ഡം കാണപ്പെടുന്നത്. ഇപ്പം ഇവിടെ പഠിച്ചു കേസരപുടത്തിലെ പരാഗരേണുക്കളിൽ പരാഗിയിലുള്ള പരാഗരേണുക്കളിലാണ് പുംബീജം കാണപ്പെടുന്നതെങ്കിൽ ഇവിടെ എവിടെയാണ്? ഓവ്യൂളിൻ്റെ അകത്താണ് അണ്ഡം കാണപ്പെടുന്നത്. പൂവിൻ്റെ ഉള്ളിൽ മത്തൻ, വെള്ളരി, ചെമ്പരത്തി, പാവൽ, തെച്ചി, ശംഖുപുഷ്പം, ചെമ്പകം, പടവലം തുടങ്ങിയ പൂക്കൾ ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് നിരീക്ഷിക്കൂ. കേസരപുടവും ചെനിപുടവും കാണുന്നുണ്ടോ? ഇപ്പോൾ ഓരോന്നിലും അരളിയിൽ കേസരപുടമുണ്ട്, ചെനിപുടമുണ്ട്. മത്തനിൽ പുറമേ കാണുന്നത് കേസരപുടം, ഉള്ളിലാണ് ചെനിപ്പുടം ഉണ്ടാവുക. മത്തനിൽ രണ്ടും ഇല്ല, ഒരെണ്ണത്തിലാണ്
ഇപ്പോൾ കേസരപ്പുടം വർണ്ണത്തിലും ജെനിപ്പുടം കണ്ട വേറൊരു മത്തൻ്റെ പൂവിലുമാണ് കാണപ്പെടുന്നത്. ഇനി ഇവിടെ നമുക്ക് നോക്കാം, പാവല് കണ്ട വേറൊരു പൂവിൽ കേസരപ്പുടവും വേറെ വേറെ പൂക്കളിലാണ് കേസരപ്പുടവും ജെനിപ്പുടവും കാണപ്പെടുന്നത്. ഇനി ശംഖുപുഷ്പത്തിൽ എന്താ ജെനിപ്പുടവും കേസരപ്പുടവും ഒറ്റ പൂവിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഒരേ പൂവിൽ കേസരപ്പുടവും ജെനിപ്പുടവും കാണപ്പെടുന്നവയാണ് ദ്വിലിംഗ പുഷ്പം എന്ന് പറയും, ബൈസെക്ഷൽ ഫ്ലവർ. ഒരു പൂവിൽ തന്നെ കേസരപ്പുടം, അപ്പോൾ അരളി നോക്കിയേ ഒരു പൂവിൽ തന്നെയാണ് കേസരപ്പുടവും ജെനിപ്പുടവും കാണപ്പെടുന്നത്. അപ്പോൾ അവയെ ദ്വിലിംഗ പുഷ്പം എന്ന് പറയും. ദ്വിലിംഗം, ഒരു പൂവിൽ തന്നെ രണ്ട് ലിംഗങ്ങളും കാണപ്പെടുന്നു, അതായത് ബൈസെക്ഷൽ ഫ്ലവർ. ഒരു പൂവിൽ തന്നെ കേസരപ്പുടവും ജെനിപ്പുടവും കാണപ്പെടുന്നു. കേസരപ്പുടവും ജെനിപ്പുടവും വെവ്വേറെ പൂക്കളിൽ കാണപ്പെടുന്നതാണെങ്കിലോ, അപ്പം മത്തനിൽ കേസരപ്പുടവും ജെനിപ്പുടവും വേറെ വേറെ പൂക്കളാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ പാവലിൽ വേറെ വേറെ പൂക്കളാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെ ഏകലിംഗ പുഷ്പം, ഒരു ലിംഗം മാത്രമേ ഒരു പൂവിൽ കാണപ്പെടുന്നുള്ളൂ. ഏകലിംഗ പുഷ്പം, യൂണിസെക്ഷൽ ഫ്ലവർ എന്ന് പറയുന്നത്. ഇനി ആൺപൂവും പെൺപൂവും. കേസരപ്പുടം മാത്രമുള്ള പൂക്കളെ ആൺപൂക്കളും ജെനിപ്പുടം മാത്രമുള്ള പൂക്കളെ പെൺപൂക്കളുമാണ്. മത്തൻ, വെള്ളരി, പാവൽ, പടവലം, കുമ്പളം, തെങ്ങ്, കവുങ്ങ് തുടങ്ങിയവയൊക്കെ ആൺപൂക്കളും പെൺപൂക്കളുമുണ്ട്. മത്തനിലും പാവൽ, വെള്ളരി, പടവലം, കുമ്പളം ഇതിലൊക്കെ എന്താണെന്ന് പറഞ്ഞേ വേറെ വേറെ ആയിട്ട് ആൺപൂവും പെൺപൂവും കാണപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. ഇനി വിത്തായി മാറാൻ വേണ്ടി പൂക്കളിൽ എങ്ങനെയാണ് വിത്തുണ്ടാകുന്നത്? ഇതിൻ്റെ ചില പ്രവർത്തനങ്ങൾ നടക്കണം. പരാഗരേണുക്കളിൽ നിന്ന് പുംബീജം അണ്ഡാശയത്തിലേക്ക് അണ്ഡവുമായി കൂടിച്ചേരും. അതായത് പരാഗണ രേണുക്കളിൽ നിന്ന് പുംബീജം, നേരത്തെ പറഞ്ഞു പൊള്ളൻ ഗ്രെയിൻസ് എന്നൊക്കെ പറയും, പൊള്ളൻസ്, അതിന്ന് പുംബീജം വന്ന് അണ്ഡാശയത്തിലെത്തി അണ്ഡവുമായി കൂടിച്ചേരും. ഈ പ്രവർത്തനത്തിനെയാണ് നമ്മൾ ബീജസങ്കലനം, ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ബീജസങ്കലനം എന്ന് പറയുന്നത്. ബീജസങ്കലനത്തിന് ശേഷം ചെടിയിൽ ഫലമുണ്ടാകുന്നു. പുംബീജം എവിടെയാണ് കാണപ്പെടുന്നത്? പരാഗരേണുക്കളിലാണ്. അണ്ഡം എവിടെയാണ് കാണപ്പെടുന്നത്? ഓവ്യൂളിൻ്റെ ഉള്ളിൽ. അപ്പോൾ ബീജസങ്കലനം നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? അണ്ഡാശയത്തിൽ വെച്ചിട്ടാണ്. ഇനി ബീജസങ്കലനം നടക്കണമെങ്കിൽ ആദ്യം കേസരപ്പുടത്തം പരാഗിൽ നിന്ന് പരാഗണേണുക്കൾ പരാഗണ സ്ഥലത്തെത്തണം. അവിടെ നിന്ന് പുംബീജം അണ്ഡാശയത്തിലെത്തണം. പരാഗരേണുവും പുംബീജവും സഞ്ചരിക്കേണ്ട പാത ചിത്രത്തിൽ വരച്ചു ചേർക്കും. ഇപ്പോൾ ഇവിടെ പരാഗരേണു ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് വന്നിട്ട് ഇവിടേക്കാണ് പരാഗണങ്ങൾ സഞ്ചരിക്കേണ്ട പാത. ഇനി നമുക്ക് ആൺമരവും പെൺമരവും നമുക്ക് നോക്കാം. നമ്മൾ പൂവിൻ്റെ കാര്യം പറഞ്ഞു. കുടപ്പന, കുടംപുളി, ജാതി തുടങ്ങിയ സസ്യങ്ങളിൽ ആൺമരവും പെൺമരവും ഉണ്ട്. ആൺമരത്തിൽ ആൺപൂക്കൾ മാത്രവും പെൺമരത്തിൽ പെൺപൂക്കൾ മാത്രവുമാണ് കാണുക. അപ്പോൾ ജാതിയുടെ പെൺമരമുണ്ട്, ആൺമരമുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ നിൻ്റെ ഒരു വഴി, നിനക്ക് ഒന്നും തേൻ കിട്ടുന്നില്ല, ഞങ്ങൾ തേൻ കുടിച്ച് പോവുക മാത്രമല്ല ചെയ്യുന്നത്, തേനീച്ച എന്തൊക്കെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. പൂമ്പാറ്റ ചിറകിലേറി. പരാഗിൽ നിന്ന് പരാഗരേണുക്കൾ ആദ്യം എത്തേണ്ടത് പരാഗണ സ്ഥലത്താണല്ലോ. ഇതെങ്ങനെ സംഭവിക്കും? ആരൊക്കെയാണ് ഇതിന് സഹായിക്കുന്നത്? അപ്പോൾ പരാഗണം എന്ന് പറഞ്ഞാൽ പരാഗിയിൽ നിന്ന് പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതാണ് പരാഗണം. പൂവിൻ്റെ സ്ട്രക്ചർ പഠിച്ചപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കേസരപുടത്തിലെ ഭാഗങ്ങളൊക്കെ എഴുതി. പരാഗിയിൽ നിന്ന് പരാഗണ രേണുക്കൾ ജെനിപ്പുടത്തിലെ പരാഗണ സ്ഥലത്ത് പതിക്കും. ഇതിനെയാണ് പരാഗണം എന്ന് പറയുന്നത്. പരാഗണത്തിന് സഹായിക്കുന്ന ഘടകങ്ങളാണ് പരാഗണകാരികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ പരാഗണകാരികൾ? തേനീച്ച, ചിത്രശലഭം, ചില കുരുവികൾ, പക്ഷികൾ, പിന്നെ ഈച്ചയുണ്ട്. അതാണ് ഇവിടെ പറയുന്നത് ദുർഗന്ധമുള്ള പൂക്കളെന്ന്. ചേനപ്പൂവിൻ്റെ ഗന്ധം അനുഭവിച്ചിട്ടുണ്ടോ? നമുക്കത് ദുർഗന്ധമാണ്. ചേനയിലും ചേമ്പിലൊക്കെ പരാഗണം നടത്തുന്ന ഈച്ചയാണ്. അപ്പോൾ ഈച്ചയ്ക്ക് ആകർഷിക്കാനുള്ളതാണ് ആ ദുർഗന്ധം. അപ്പോൾ ഈച്ച ഒരു പരാഗണകാരിയല്ലേ. അപ്പോൾ ശലഭമി നിനക്കായി പൂമ്പാറ്റകളും തേനീച്ചകളും പക്ഷികളും പ്രാണികളും ഒക്കെ പൂവിൽ വരുന്നുണ്ടല്ലോ. ഈ പരാഗണകാരികളെ ആകർഷിക്കാൻ എന്തെല്ലാം സവിശേഷതകൾ പൂവിനുണ്ട് അല്ലേ? നല്ല ആകർഷകമായിട്ടുള്ള നിറം, തേൻ, പിന്നെ എന്തൊക്കെയാണ് നല്ല സുഗന്ധം അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ, പിന്നെ അവയുടെ ആകൃതികൾ ചില പ്രാണികളെ ആകർഷിക്കും. അതുപോലെ അവയുടെ കളറുകളൊക്കെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് അവയെ എന്ത് ചെയ്യുക? ആകർഷിക്കുക. ചെറിയ പൂക്കൾ കൂട്ടമായി കാണുന്നത് എന്തിനായിരിക്കും? വെള്ളിലൈ പൂവിനോട് ചേർന്നുള്ള ഇലകൾ നിറം മാറി പൂ പോലെ തോന്നിപ്പിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്ത്? ബൊഗെയ്ൻവില്ലയിൽ നിറം മാറി കാണപ്പെടുന്ന ഭാഗങ്ങൾ പൂക്കളാണോ? പരാഗണങ്ങളെ ശ്രദ്ധയെ ആകർഷിക്കാൻ പൂക്കൾക്ക് പല സവിശേഷതകളുണ്ട്. അത് ചുറ്റുപാടുള്ള പൂക്കൾ നിരീക്ഷിച്ച് ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ ശാസ്ത്രപുസ്തകത്തിൽ ഇതാണ് പറഞ്ഞേക്കുന്നത്. എല്ലാ പൂക്കളിലും പരാഗണം നടത്തുന്നത് ജന്തുക്കളാണോ? അല്ല. അപ്പോൾ നമുക്ക് നോക്കാം, കാറ്റൊക്കെ വഴി പരാഗണം നടക്കുന്നുണ്ട്. അപ്പോൾ നെൽച്ചെടിയിലെ പൂക്കൾ കണ്ടിട്ടുണ്ടോ? പൂത്ത് നിൽക്കുന്ന നെൽച്ചെടിയിൽ കാറ്റിലാടുന്ന് ശ്രദ്ധിച്ചിട്ടില്ലേ? നെൽച്ചെടിയുടെ പൂവിൻ്റെ പൂമ്പൊടി എങ്ങനെയായിരിക്കും പരാഗണ സ്ഥലത്തെത്തുന്നത്? ഇത്തരം പൂക്കളുടെ ചില സവിശേഷതകൾ നോക്കൂ. കുറേ പൂമ്പൊടി, കാറ്റിലാണെങ്കിൽ കുറേ പൂമ്പൊടി ഉണ്ടാവും. കാറ്റത്ത് പൂമ്പൊടി പറക്കാൻ വേണ്ടി. പരാഗണ രേണുക്കൾക്ക് ഭാരം കുറവാകും. കാരണം കാറ്റത്ത് പറക്കണമെങ്കിൽ കുറേ ഭാരം ഉണ്ടെങ്കിൽ പറക്കാൻ പറ്റില്ല. അപ്പോൾ
പരാഗണ രേണുക്കൾക്ക് ഭാരം കുറഞ്ഞു. കാറ്റ്, ജലം എന്നിവ പരാഗണകാരികളാണ്. നെല്ല്, ഗോതമ്പ്, ചോളം, കരിമ്പ് എന്നിവയിൽ പരാഗണം നടത്തുന്നത് കാറ്റ് വഴിയാണ്. കുരുമുളക് ചെടിയിലെ ജലം മഞ്ഞുതുള്ളിയാണ് പരാഗണകാരി. ഏത് കാലത്തായിരിക്കും കുരുമുളകിൽ പരാഗണം നടക്കുക? അപ്പോൾ മഞ്ഞുകാലത്ത് തന്നെയായിരിക്കില്ലേ? പൂക്കളുടെ സവിശേഷത നോക്കി പരാഗണകാരികളെ കണ്ടെത്താൻ കഴിയും. ചില പൂക്കളുടെ സവിശേഷതകൾ ശ്രദ്ധിക്കൂ. താഴെ പറയുന്നവർ ഏത് പരാഗണകാരിക്കാണ് ഈ സവിശേഷതകൾ അനുയോജ്യമാകുന്നത്? ഭാരം കുറഞ്ഞ പരാഗണ രേണുക്കൾ ഉണ്ടെങ്കിൽ അത് കാറ്റായിരിക്കും. വർണ്ണഭംഗിയുള്ള പൂക്കളാണെങ്കിൽ അത് പ്രാണികളും അല്ലെങ്കിൽ പക്ഷികളൊക്കെ. രാത്രി വിരിയുന്ന വെളുത്ത പൂക്കളാണെങ്കിൽ രാത്രി നൊക്ടേണൽ അനിമൽസ് എന്ന് പറയും, അല്ലെങ്കിൽ നിശാശലഭത്തിനൊക്കെ. ഈർപ്പത്തിലൂടെയുള്ള പരാഗണം ജലം അല്ലെങ്കിൽ മഞ്ഞുതുള്ളിയായിരിക്കും. വർണ്ണഭംഗിയുള്ള പൂക്കൾ തേനീച്ചയ്ക്കായിരിക്കും. ഭാരം കുറഞ്ഞ പരാഗണ രേണുക്കൾ കാറ്റ്. രാത്രി വിരിയുന്ന വെളുത്ത പൂക്കൾ നിശാശലഭമായിരിക്കും വരിക. രാത്രിയുള്ള പ്രാണികളോ അല്ലെങ്കിൽ ശലഭങ്ങൾ, അതാണ് നിശാശലഭമുള്ളത്. നമ്മൾ അടിയിൽ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി കൃത്രിമ പരാഗണം എന്താണെന്ന് നോക്കാം. മികച്ച വിത്തിനങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഗുണമേന്മയുള്ള ചെടിയിൽ നിന്ന് പരാഗണ രേണുക്കൾ ശേഖരിച്ച് മറ്റൊരു പൂവിൻ്റെ പരാഗണ സ്ഥലത്ത് വിതയ്ക്കാറുണ്ട്, അല്ലെങ്കിൽ വിതറാറുണ്ട്. ഇതിനെയാണ് കൃത്രിമ പരാഗണം എന്ന് പറയുന്നത്. അപ്പോൾ മെക്സിക്കൻ കാടുകളിൽ വളരുന്ന വാനിലയിൽ പരാഗണം നടക്കുന്നത് മെലിപ്പോണ എന്ന് പറഞ്ഞിട്ടുള്ള തേനീച്ചകളാണ്. അപ്പോൾ വാനില നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് കൃഷി ചെയ്യുമ്പോൾ ഈ പ്രാണികളില്ലാത്ത കാരണം നമുക്ക് കൃത്രിമ പരാഗണം നടത്തേണ്ടി വരുന്നു. ഇനി പരാഗണ രേണുക്കളുടെ യാത്ര. ഒരു പൂവിൻ്റെ പരാഗണ രേണുക്കൾ അതേ ഇനത്തിൽപ്പെട്ട പൂവിൽ തന്നെ പതിക്കണമെന്നുണ്ടോ? അത് പല പൂക്കളുടെ പരാഗണ സ്ഥലത്ത് വീഴില്ലേ? താഴെ പറഞ്ഞ സ്ഥലങ്ങളിൽ ഏതിലാണ് പരാഗണം ഫലവത്താവുന്നത്? മത്തം പൂവിലെ പരാഗണ രേണുക്കൾ കുമ്പളപ്പൂവിലെ പരാഗണ സ്ഥലത്ത് വീണാൽ ശരിയാവുമോ? ശരിയാവില്ല. കുമ്പളപ്പൂവിലെ പരാഗണക്ക് കുമ്പളപ്പൂവിലെ പരാഗണ സ്ഥലത്ത് പതിക്കണം, അല്ലേ? അപ്പോൾ പരാഗണ രേണുക്കൾ അതേ ഇനം പൂക്കളുടെ പരാഗണ സ്ഥലത്ത് പതിക്കുമ്പോൾ മാത്രമാണ് പരാഗണം ഫലവത്താവുന്നത്. മറ്റിനം പൂക്കളുടെ പരാഗണ സ്ഥലത്ത് വീഴുന്ന പൂമ്പൊടികൾ നശിച്ചു പോവുകയാണ് ചെയ്യുക. പരാഗണം ഏതെല്ലാം സ്ഥലത്ത് നടക്കാം? സ്വപരാഗണം. ഒരു പൂവിൻ്റെ പരാഗണ രേണുക്കൾ അതിൽ തന്നെ വീഴുന്ന സ്വപരാഗണം. അതുപോലെ തന്നെ ആ ചെടിയിൽ തന്നെ ആ പൂവിൽ വീഴുകയാണെങ്കിലും സ്വപരാഗണം പറയാം. ആ പൂവ് വേറൊരു ചെടിയിലെ പൂവിലേക്ക് വീഴുകയാണെങ്കിൽ അത് പരപരാഗണമായിരിക്കും. ഓക്കെ, അപ്പോൾ സ്വപരാഗണം പരപരാഗണം എന്താണെന്ന് വിശദീകരിക്കൂ. ശാസ്ത്രപുസ്തകത്തിൽ എഴുതൂ. അപ്പോൾ സ്വപരാഗണം എന്താ? ഒരു പൂവിലെ പൂമ്പൊടി അതേ പൂവിൻ്റെ പരാഗണ സ്ഥലത്ത് വീഴുകയാണെങ്കിൽ അതിനെ സ്വപരാഗണം എന്ന് പറയുന്നു. പരപരാഗണം എന്ന് വെച്ചാൽ ഒരു പൂവിലെ ഒരു ചെടിയിലെ പൂമ്പൊടി മറ്റൊരു ചെടിയിലെ പരാഗണ സ്ഥലത്ത് വീഴുന്നതിനെയാണ് പരപരാഗണം. അപ്പോൾ 2 തരത്തിൽ സ്വപരാഗണം ഉണ്ട്. വെള്ളരി, പാവൽ, മത്തൻ തുടങ്ങിയവയിൽ 2 രീതികളും പരാഗണം നടക്കുമോ, എന്തുകൊണ്ട് നടത്താൻ പറ്റുമോ ഉള്ളതാണ് നോക്കുന്നത്. ഇനി കൊഴിയുന്ന ഇലകൾ. പരാഗണത്തിന് ശേഷം പുംബീജം അണ്ഡാശയത്തിലെത്തി അണ്ഡവുമായി ചേരുന്നു, ഫലമുണ്ടാവുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ ഇതളുകളും കേസരപ്പുടവും കൊഴിഞ്ഞു പോകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതളുകൾ ഉണങ്ങി തുടങ്ങിയ ഒരു പൂവ് ഹാൻഡ് ലെൻസിലൂടെ നിരീക്ഷിക്കുകയാണെങ്കിൽ അത് ഏതൊക്കെ ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പൂവ് ഫലമായി മാറുമ്പോൾ ഓരോ ഭാഗത്തിന് എന്ത് മാറ്റം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അണ്ഡാശയം എന്തായി മാറി? ഫലമായി മാറി. അതിൻ്റെ ഉള്ളിലത്തെ ഓവ്യൂളുകൾ അതിൻ്റെ വിത്തുകൾ അല്ലെങ്കിൽ കുരുക്കളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് പൂഞ്ഞെട്ടിന് വരുന്ന മാറ്റം എന്താണ്? പൂഞ്ഞെട്ട് എന്തായി മാറി? അതിൻ്റെ ഈ ഫലത്തിനെ താങ്ങി പിടിക്കുന്ന ഭാഗമായിട്ട് മാറി. പുഷ്പാസനത്തിന് മാറ്റം ഒന്നുമില്ലേ? വിതളം, ദളം ഇതൊക്കെയായി ഫലത്തിൻ്റെ ഭാഗങ്ങളാക്കി മാറി. അടുത്ത നമുക്ക് നോക്കാം. ഒവ്യൂള് കണ്ടില്ലേ നിങ്ങൾ? കുമ്പളം പൂവിൽ കുഞ്ഞു കുഞ്ഞു കുരുക്കളാണ് ഒവ്യൂളായിട്ട് വരുന്നത്. അണ്ഡാശയം അതിൻ്റെ മാംസളമായ ഭാഗം. കുമ്പളത്തിൻ്റെ ഛേദം നോക്കുകയാണെങ്കിൽ അതിൻ്റെ നെടുകയും കുറുകയും ഉണ്ട്. നെടുകയാൾ ചെറുതായിട്ട് കുരുക്കൾ ഇതൊക്കെയാണ് വിത്തായിട്ട് മാറിയത്, ഫലമായിട്ട് മാറിയത് കണ്ടില്ലേ? ഏത് ഭാഗം വളർന്നാണ് വിത്തുണ്ടായത്? പഠിച്ചിട്ടുണ്ട്. ഒവ്യൂള്. ഏത് ഭാഗമാണ് ഫലമുണ്ടായത്? അണ്ഡാശയം. പൂവിൽ നിന്നാണല്ലോ ഫലമുണ്ടാകുന്നത്. എല്ലാ പൂക്കളുടെയും ചില പ്രത്യേകതകൾ ഫലങ്ങളിലും കാണില്ലേ? ഇപ്പം മാമ്പൂ നോക്കുകയാണെങ്കിൽ അണ്ഡാശയം, ഒവ്യൂള് ഇതൊക്കെ മാറിയത് എങ്ങനെയൊക്കെ മാറിയെന്നുള്ള നോക്കി. മാമ്പഴത്തിലാകുമ്പോഴും ഫലം വിത്തൊക്കെ നിങ്ങൾ മനസ്സിലാക്കി. തക്കാളി പൂവിൽ തക്കാളിയുടെ ഏത് ഭാഗമാണ്? ഒവ്യൂള് വിത്തായിട്ട് മാറി, അണ്ഡാശയം ഫലമായി മാറി. അപ്പോൾ ഇവയിൽ പൂവിൽ നിന്നൊരു ഫലം മാത്രമാണ് ഉണ്ടാകുന്നത്. ഇത്തരം ഫലങ്ങളെയാണ് നമ്മൾ ലഘുഫലങ്ങൾ അല്ലെങ്കിൽ സിമ്പിൾ ഫ്രൂട്ട്സ്. ഒരു പൂവിൽ നിന്ന് ഒരു ഫലം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ സിമ്പിൾ ഫ്രൂട്ട്സ് എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ലഘുഫലങ്ങൾക്ക് ഉദാഹരണങ്ങൾ നമുക്ക് എഴുതാം. മാമ്പഴം, തക്കാളി, അതുപോലെ തന്നെ ആപ്പിൾ, ഇതൊക്കെ ലഘുഫലങ്ങൾക്ക് ഉദാഹരണമാണ്. തക്കാളിയിൽ നിന്നൊരു വിത്തുമാണ് ഉണ്ടാകുന്നതല്ല, കുറേ വിത്തുണ്ട്. വിത്തുകളുടെ എണ്ണത്തിന് ഉണ്ടാകുന്ന മാറ്റം എന്താ? ഒവ്യൂളുകൾ കൂടിച്ചേരാത്ത കാരണം. ഇനി ഒറ്റ വിത്തുള്ള ഫലങ്ങൾക്കും ഒന്നിലധികം വിത്തുള്ള ഫലങ്ങൾക്കും കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതുക. ഒരു പൂവ്, ഒന്നിലധികം ഫലം.
ചെമ്പകപ്പൂ കണ്ടിട്ടില്ലേ? ഒരു പൂവെടുത്ത് ഇതളുകൾ മാറ്റി അണ്ഡാശയം ജനിപുടം എന്നിവ നിരീക്ഷിക്കൂ. ഹാൻഡ് ലെൻസ് ഉപയോഗിക്കാം. ചെമ്പകപ്പൂവിൽ ചെമ്പകം, ജനിപുടം ഇതൊക്കെ കാണപ്പെടുന്നുണ്ടായി. ചെമ്പകത്തിലെ ജനിപുടം ശരിക്കും ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം. ഒരു പൂവിൽ അണ്ഡാശയം മാത്രമാണുള്ളതല്ല, അത് പല ഭാഗങ്ങളുണ്ട് ഇല്ലേ? അപ്പോൾ പൂവിൽ എത്ര ഫലം ഉണ്ടാകും? ഒരു പൂവിൽ നിന്ന് ഒന്നിലധികം ഫലം ഉണ്ടാവുകയാണെങ്കിൽ അത്തരം ഫലങ്ങൾ നമ്മൾ പുഞ്ചഫലം എന്ന് പറയും. പുഞ്ചഫലം അല്ലെങ്കിൽ അഗ്രിഗേറ്റ് ഫ്രൂട്ട്. സീതപ്പഴം, ബ്ലാക്ക്ബെറി, അരണമക്കായി ഇതൊക്കെ പുഞ്ചഫലങ്ങൾക്ക് ഉദാഹരണമാണ്. അതായത് നമ്മുടെ ഈ ബെറികളൊക്കെ വരുമ്പോൾ അതൊക്കെ പുഞ്ചഫലങ്ങൾക്ക് ഉദാഹരണമായിട്ട് വരും. സീതപ്പഴം കണ്ടില്ലേ? കുറേ ഈ പറഞ്ഞ പോലെ ഈ അണ്ഡാശയം കൂടിച്ചേർന്നുണ്ടായതാണ് അഗ്രിഗേറ്റ്. ഇത് മൊത്തം പൂവിൽ നിന്ന് ഒന്നിലധികം ഫലങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനെ പുഞ്ചഫലം എന്ന് പറയുന്നു. ഒന്നല്ലെങ്കിലും ഒന്നായിട്ട് നമുക്ക് കാണും. ചിലത് പ്ലാവിൻ്റെ പൂ കണ്ടിട്ടുണ്ടോ? അനേകം ചെറുപൂക്കൾ പൊതുതണ്ടിൽ ക്രമീകരിച്ചിരിക്കുന്നു. പ്ലാവിൻ പൂങ്കുലയാണ് അവിടെ കാണിച്ചിരിക്കുന്നത്, കണ്ടോ? അപ്പം അതിൽ 100 കണക്കിന് പൂക്കളുണ്ട്. അതിൽ പൂങ്കുലയിൽ എത്ര ഫലങ്ങളുണ്ടാകും? അങ്ങനെ ഓരോ ഫലം. അപ്പോൾ എങ്ങനെ ഉണ്ടാകുന്ന ഓരോ ഫലമാണ് ചക്കച്ചോള. വിത്ത് ചക്കക്കുരു. അപ്പോൾ ബീജസങ്കലനമായി മാറാത്ത പൂക്കളാണെങ്കിൽ ഈ നമ്മൾ ബാക്കി അതിൻ്റെ പുറത്ത് നിന്ന് കിട്ടുന്ന ചവണിയായിട്ട് മാറും. ഇവയെല്ലാം ഒരു പൊതു ആവരണത്തോടെ ക്രമീകരിച്ചിരിക്കും. ഇതൊരു ഫലം പോലെ നമുക്ക് കാണപ്പെടുന്നു. ഇത്തരം ഫലങ്ങളാണ് സംയുക്ത ഫലങ്ങൾ. അപ്പോൾ പുഞ്ചഫലങ്ങൾ പഠിച്ചു, ലഘുഫലങ്ങൾ, സംയുക്ത ഫലങ്ങൾ നമ്മൾ പഠിച്ചു. ചക്കയിൽ ഫലമാണോ ഫലമാവാത്ത പൂക്കൾ ആണോ കൂടുതൽ? പലതരം ഫലങ്ങൾ പരിചയപ്പെട്ടില്ലേ? വീട്ടിൽ ഉപയോഗിക്കുന്ന ഫലങ്ങൾ ഉപയോഗിച്ചിട്ട് പൂക്കളുടെ അണ്ഡാശയത്തിൻ്റെ സവിശേഷതകൾ കണ്ടെത്താം. അതുപോലെ കൈതച്ചക്കപ്പൂ ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? സംയുക്ത ഫലങ്ങൾക്ക് ഉദാഹരണമാണ്. ഒരു പൂവിൽ എത്ര അണ്ഡാശയമുണ്ട്? ഒരു അണ്ഡാശയമുള്ളൂ. അണ്ഡാശയത്തിന് എത്ര? ഒന്നിലധികം ഒവ്യൂൾ ചിലപ്പോൾ കാണാം. അണ്ഡാശയത്തിലെ ഒവ്യൂളുടെ ക്രമീകരണം അതിനനുസരിച്ചിട്ട് നമുക്ക് ഫലങ്ങൾ മാറും. അപ്പോൾ ബീജസങ്കലനം അണ്ഡാശയം വളർന്നാണ് ഫലമുണ്ടാകുന്നതെന്ന് കണ്ടെത്തിയത് താഴെ കൊടുക്കുന്ന ചിത്രങ്ങൾ പരിശോധിക്കും. കശുമാവിൻ്റെ പൂവ് കണ്ടു. കശുവണ്ടി എങ്ങനെ ഉണ്ടാവണമെന്ന് നോക്കിയേ. കശുമാങ്ങ കണ്ട. അതിൻ്റെ കാര്യങ്ങളിൽ ചില സസ്യങ്ങളിൽ പൂഞ്ഞിട്ട്, പുഷ്പാസനം തുടങ്ങിയ ഭാഗങ്ങൾ വളർന്നിട്ടാണ് ഫലം പോലെ ആവുന്നത്. ഇതിനെ കപട ഫലങ്ങൾ പറയുന്നു. അപ്പോൾ ഇതിൽ ആപ്പിളിൻ്റെ നോക്കി കഴിഞ്ഞാൽ അതും കപട ഫലം. സവർജില്ലി അതിൻ്റെയൊക്കെ ചതർക്കുമ്പോൾ ഫലം എന്ന് പറയുന്നത് ആ ഭാഗമാണ്, അതിൻ്റെ വിത്ത്. പിന്നെ ബാക്കി പുഷ്പാസനമാണ് വളർന്നുണ്ടാവുന്നത്. പൂവിൻ്റെ ആ ഭാഗമല്ലാണ്ട്, അതായത് അണ്ഡാശയമല്ലാതെ വേറെ ഏത് ഭാഗങ്ങളും വളർന്ന് ഫലമായി മാറുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കപട ഫലങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ കശുമാങ്ങ, ആപ്പിൾ ഇതൊക്കെ പരിശോധിച്ച് യഥാർത്ഥ ഫലം മറ്റ് ഭാഗങ്ങൾ വന്നിട്ടുണ്ടാകുന്ന ഭാഗങ്ങൾ കണ്ടെത്തും. പൂവും പഴവും. താഴെ കൊടുത്ത ചിത്രങ്ങൾ പരിശോധിക്കൂ. ഓരോ ഫലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തും. സ്ട്രോബെറി ഫലം, മുളക്, അടയ്ക്കക്കുല. അപ്പോൾ പൂക്കൾ കുലയായിട്ട് കാണപ്പെടുന്നു. ഒരു പൂവിൽ ഒന്നിലധികം അണ്ഡാശയം. പൂക്കൾ ഓരോന്നായിട്ട് കാണപ്പെടുന്നു. ഇതിന് 3ആയിട്ട് തരംതിരിക്കുക. വലുതും ചെറുതുമായിട്ടുള്ള എത്ര പൂക്കൾ നാം കാണുന്നു. അപ്പോൾ അത്ര തരം ഫലങ്ങൾ ഉപയോഗിക്കുന്ന വേല സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതുണ്ട്. ചുറ്റുപാടും കാണുന്ന പുൽച്ചെടികൾ, വള്ളികൾ, മറ്റ് സസ്യങ്ങൾ തുടങ്ങിയവ നിരീക്ഷിക്കുക. അവരുണ്ടാകുന്ന പൂക്കളും പരാഗണം നടത്തുന്ന പ്രാണികളും എത്ര കൗതുകകരമാണ്. നിരീക്ഷണക്കുറിപ്പ് ശാസ്ത്രപുസ്തകത്തിൽ ചേർക്കൂ. പൂക്കളുടെയും ഫലങ്ങളുടെയും ചിത്രങ്ങൾ ശേഖരിച്ച് ഒരു ആൽബത്തിൽ തരംതിരിച്ച് ഒട്ടിക്കൂ. ഇത്രയാണ് നമ്മുടെ ഈ പാഠത്തിൽ വരുന്നത്. പാവൽപ്പൂവിനെ പറ്റിയിട്ട് എന്തൊക്കെ നിഗമനങ്ങൾ എത്താൻ? കുരുമുളകുകൾ തിരിയിടുന്ന ഏത് കാലത്താണ്? നിരീക്ഷിക്കുക. തേൻ കുടിക്കുന്ന പക്ഷികളുടെ ചുണ്ടിൻ്റെ പ്രത്യേകത ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ബീജസങ്കലനം, പൂവിതൾ, കേസരകുടം എന്നിവ കൊഴിഞ്ഞു പോകുന്നു. പൂഞ്ഞെട്ട് എന്നിവ കൂടുതൽ ഉറപ്പുള്ളതാകുന്നു. ഇതിൻ്റെ കാരണം എന്തുകൊണ്ട് വിശദീകരിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബീജസങ്കലനം നടക്കുമ്പോൾ പല മാറ്റങ്ങളും ഒരു സസ്യത്തിൽ വരുന്നുണ്ട്. പിന്നെ പലതരം പൂക്കളും അതുപോലെ തന്നെ പലതരം ഫലങ്ങളെ കുറിച്ചിട്ടും നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചു. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.